നമസ്കാരം. ഞാൻ തൃശൂർ ജില്ലാ കളക്ടറും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ശിഖ സുരേന്ദ്രൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 നമ്മുടെ ഈ ജനാധിപത്യ ഉത്സവം പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. മാലിന്യമുക്ത തിരഞ്ഞെടുപ്പിനായി നമുക്ക് ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പ്ലാസ്റ്റിക്, PVC, പോളിസ്റ്റർ, നൈലോൺ, കൊറിയൻ ക്ലോത്ത് എന്നിവയുടെ ഉപയോഗം നമുക്ക് പ്രചാരണ വേളയിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 100% കോട്ടൺ തുണി അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലീൻ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്ററുകളിലും റീസൈക്കിൾ ലോഗോ നിർബന്ധമായും പതിപ്പിച്ചിരിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. പേപ്പർ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊടിതോരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിസ്പോസിബിൾ സാമഗ്രികളിൽ നിന്നും നമ്മളുടെ യോഗങ്ങളും റാലികളും മുക്തമായിരിക്കണം. കൺവെൻഷനിലും റോഡ് ഷോകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവ ഒഴിവാക്കുക. തിരഞ്ഞെടുപ്പ് ഓഫീസുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. മാലിന്യം തരം തിരിക്കുക, അതായത് ജൈവം, അജൈവം എന്നിങ്ങനെ ശേഖരിച്ച പാഴ്വസ്തുക്കൾ യൂസർ ഫീ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതാണ്. മാലിന്യം തരം തിരിച്ച് നിക്ഷേപിക്കുന്ന ബിന്നുകൾ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടാകണം. പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലെ മാലിന്യം എന്നിവ ശേഖരിച്ച് MCFൽ എത്തിക്കുന്നതിനുള്ള സൗകര്യം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പാക്കേണ്ടതാണ്. നിരോധിത പ്രിന്റിംഗ് മെറ്റീരിയലുകൾ, വ്യാജ QR കോഡ് പതിപ്പിച്ചുകൊണ്ടുള്ള പരസ്യ പ്രചാരണ ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, ബാനറുകൾ എന്നിവ സ്ഥാപിച്ചതായി കണ്ടെത്തുന്ന പക്ഷം പ്രിന്റ് ചെയ്ത സ്ഥാപനത്തിന്റെ ലൈസൻസ് ഓർ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതും നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ തിരഞ്ഞെടുപ്പിനെ ഒരു ഹരിത തിരഞ്ഞെടുപ്പായി മാറ്റാം.